ചിലരുടെ രക്തം തമ്മിൽ കലരുമ്പോൾ അത് കട്ട പിടിക്കുന്നു. ഇതിന് പിന്നിലെ ലോജിക് എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഹലോ മിസ്റ്റർ കോൾ, നിങ്ങൾ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു സിമ്പിൾ മിഠായി കണക്കുമായി മാത്തൂർ 2026 നിന്ന് ദാ എത്തിക്കഴിഞ്ഞു. മിഠായിയോ? അതും രക്തത്തിന്റെ ഉള്ളിലോ? നീ എന്നെ കളിയാക്കുകയാണോ ചെറുക്ക? ഒരിക്കലുമല്ല മിസ്റ്റർ കോൾ. ദാ ഇങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ. എന്റെ കയ്യിൽ 2 മിഠായികളുണ്ട്. ഒന്ന് ചുവപ്പും ഒന്ന് മഞ്ഞയും. ഈ 2 മിഠായികൾ വെച്ച് നമുക്ക് എത്ര ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം ചുവപ്പ് മിഠായി മാത്രം എടുക്കുകയാണെങ്കിൽ അത് ഗ്രൂപ്പ് എ. മഞ്ഞ മിഠായി മാത്രം എടുക്കുകയാണെങ്കിൽ അത് ഗ്രൂപ്പ് ബി. ഇനി രണ്ടും ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അത് ഗ്രൂപ്പ് എ ബി. ഇതൊന്നുമില്ലാതെ വെറും കൈയോടെ നിൽക്കുകയാണെങ്കിൽ അത് ഗ്രൂപ്പ് ഒ. ഈ ഒരു മഹത്തായ കണ്ടെത്തലിനാണ് പുള്ളിക്ക് 1930 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനിൽ നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി നിങ്ങളുടെ കയ്യിൽ 3 വ്യത്യസ്ത മിഠായികളുണ്ടെന്ന് കരുതുക. എ, ബി കൂടാതെ സി. ഇതൊരു കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ എത്ര വ്യത്യസ്ത വഴികളിലൂടെ നൽകാം? നമുക്ക് ആ ലോജിക്ക് നോക്കാം. ദാ ഈ മിഠായി കണക്ക് നോക്കൂ. 3 വ്യത്യസ്ത മിഠായികൾ. ഓരോ മിഠായിക്കും 2 ചോയ്സ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഡിസിഷൻ ബേസ് വരുന്നത് 2. ആകെ 3 മിഠായികളുള്ളതുകൊണ്ട് എക്സ്പോണന്റ് പവർ വരുന്നത് 3. അതായത് 2 ക്യൂബ് സമം 8 വ്യത്യസ്ത വഴികൾ. സിമ്പിൾ അല്ലേ? രക്തം ദാനം ചെയ്യാൻ നിങ്ങൾക്ക് വലിയ കണക്കുകളുടെയോ വലിയ ബുദ്ധിയുടെയോ ആവശ്യമില്ല. അതിന് നല്ലൊരു മനസ്സ് മാത്രം മതി. 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി. ഗിവ് ബ്ലഡ്, സേവ് ലൈവ്സ്. എല്ലാവർക്കും ലോക രക്തദാന ദിനാശംസകൾ.